കടം വേണോ? ലോകോത്തര ബ്രാൻഡുകളുടെ എല്ലാ മൊബൈൽ ഫോണുകളും സ്മാർട്ട് ടി വി, സ്മാർട്ട് വാച്ച്, ഹെഡ്സെറ്റ് തുടങ്ങിയ എല്ലാ ഗാഡ്ജറ്റുകളും തവണ വ്യവസ്ഥയിൽ സ്വന്തമാക്കൂ. ജ്യോതി മൊബൈൽസ്, ഏരൂർ. തെക്കൻ കേരളത്തിലെ ഏറ്റവും വലിയ വിഷ്ണു ക്ഷേത്രങ്ങളിലൊന്നായ അലയമൺ ശ്രീ ആലപ്പൻ ക്ഷേത്രത്തിലെ ഉത്രം തിരുനാൾ മഹോത്സവത്തോടനുബന്ധിച്ചുള്ള പൊങ്കാല സമർപ്പണം വെള്ളിയാഴ്ച നടന്നു. രാവിലെ 6:30യോടെ ക്ഷേത്രം മേൽശാന്തി എം ഗണേഷ് കുമാർ ഭണ്ഡാരയടുപ്പിൽ അഗ്നി പകർന്നതോടെയാണ് ഈ വർഷത്തെ പൊങ്കാല മഹോത്സവത്തിന് തുടക്കമായത്. നൂറുകണക്കിന് ആളുകൾ ക്ഷേത്രത്തിലെ ഭദ്രാദേവിക്ക് മുമ്പാകെ പൊങ്കാല സമർപ്പിച്ചു. 8 മണിയോടെ പൊങ്കാല നിവേദ്യം നടന്നു.
ക്ഷേത്രത്തിൽ പൊങ്കാല സമർപ്പണത്തിനായി എത്തിയ ഭക്തർക്ക് പ്രഭാത ഭക്ഷണം ഉൾപ്പെടെയുള്ള വലിയ സൗകര്യങ്ങൾ ക്ഷേത്ര ഉപദേശക ഉത്സവ കമ്മിറ്റി ഭാരവാഹികളുടെ നേതൃത്വത്തിൽ ഒരുക്കിയിരുന്നു. 24-നാണ് പ്രസിദ്ധമായ എഴുന്നള്ളത്ത് ഘോഷയാത്രയും ഗജമേളയും നടക്കുക. നെറ്റിപ്പട്ടം കെട്ടിയ ഗജവീരന്മാർ, വാദ്യമേളങ്ങൾ, ഫ്ലോട്ടുകൾ, കലാരൂപങ്ങൾ, മുത്തുക്കുട, താലപ്പൊലി എന്നിവ അകമ്പടി സേവിക്കുന്ന ഘോഷയാത്ര പുത്തയം, കടവറം, കണ്ണങ്കോട് വഴി തിരിച്ചു മുക്കട, ആറോ ജംഗ്ഷൻ, മാർക്കറ്റ് ജംഗ്ഷൻ എന്നിവിടങ്ങളിലെത്തി ക്ഷേത്രമഠത്തിലെ പൂജകൾക്ക് ശേഷം തിരികെ ക്ഷേത്രത്തിൽ സമാപിക്കുമെന്ന് ഭാരവാഹികൾ പറഞ്ഞു. ശ്രീ ആലപ്പൻ ക്ഷേത്രത്തിലെ ഈ വർഷത്തെ ഭഗവാന്റെ തിരുനാൾ ഈ വരുന്ന മാർച്ച് 24-ാം തീയതി തിങ്കളാഴ്ചയാണ്. ഉത്സവ അന്തരീക്ഷമാണ് ക്ഷേത്രം മുഴുവൻ. 24-ാം തീയതി ക്ഷേത്ര ആചാരാനുഷ്ഠാനങ്ങളോടുകൂടിയുള്ള എല്ലാ ചടങ്ങുകളും ബ്രഹ്മശ്രീ കണ്ഠരർ ശ്രീ രാജീവരുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് നടത്തുന്നത്. വൈകുന്നേരം കലാവാദ്യമേളങ്ങളോടെ ഗജവീരന്മാരുടെ അകമ്പടിയോടെയുള്ള ക്ഷേത്ര എഴുന്നള്ളത്ത്, ഭഗവാന്റെ എഴുന്നള്ളത്തുണ്ട്. അത് അലയമണിൽ നിന്ന് കടവറം, കരുവോൺ, തിരിച്ച് അലയമൺ വഴി അഞ്ചൽ, ആറോ ജംഗ്ഷൻ, ചന്തമുക്ക് വഴി തിരിച്ച് ക്ഷേത്രത്തിൽ എത്തിച്ചേർന്ന് ബാക്കിയുള്ള ചടങ്ങുകൾ പൂർത്തിയാക്കുന്നതാണ്. നാട്ടുവാർത്ത, അഞ്ചൽ.